ഇനി ഒരു രണ്ടാം ഘട്ട ചർച്ച ഇല്ല. ഇതുവരെ നടന്ന ചർച്ചകളൊക്കെ മതിയായി. അല്ലെങ്കിൽ അമേരിക്കയുടെ പ്രത്യേകിച്ച് ട്രംപ് വാക്ക് മാറ്റി പറയുന്നതിൽ ഒരു കുറവും വരുത്താത്തത് കൊണ്ട് തന്നെ ഇറാന് തോന്നി ഇയാളുമായിട്ടുള്ള ഒരു ഡീലും മുന്നോട്ട് പോകുന്നത് കറക്റ്റ് അല്ല. ഇവനെ പോലത്തെ ഒരു ചെന്നി മൂത്തിട്ടുള്ള ഒരു വാക്കുകൾ മാറ്റി പറയുന്ന ഒരുത്തനും അവന് കൂട്ടുപിടിക്കുന്ന നെതന്യാഹുവിനെ പോലത്തെ ഒരുത്തനുമായിട്ടുള്ള കരാറുകൾ വേണ്ട എന്ന് ഇറാൻ തീരുമാനിച്ചു. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ കപ്പലുകളടക്കം 2 ഇന്ത്യൻ കപ്പലുകളടക്കം ഫ്രാൻസിൻ്റെയും അതുപോലെ തന്നെ UK ഒക്കെ കപ്പലുകളെ ഇറാൻ ആക്രമിച്ചിട്ടുണ്ട്. ഇതോടുകൂടി ഈ ഒരു യുദ്ധ സമാധാന കരാർ എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു വെറും സ്വപ്നമായിട്ട് മാറിക്കഴിഞ്ഞു. യുദ്ധത്തിലോട്ട് ഇറാൻ വീണ്ടും കടന്നു. വാർത്തകളൊക്കെ നിങ്ങൾ കണ്ടു കാണും. കഴിഞ്ഞൊരു മണിക്കൂറിൽ വരുന്ന വാർത്തകൾ ഇതൊക്കെ തന്നെയാണ്. ഈ ഹോർമോസ് കടലെടുക്ക് ഇറാൻ വീണ്ടും പൂർണ്ണമായിട്ട് അടച്ചിട്ടുണ്ട്. അതിലൂടെ വാണിജ്യ കപ്പലുകൾക്കോ സാമ്പത്തിക കപ്പലുകൾക്കോ ഒന്നുമല്ല, കൊമേഴ്ഷ്യൽ ഒരു കപ്പലുകളും ഇനി അങ്ങോട്ട് പോണ്ട. ഇറാൻ ഏത് വന്നു കഴിഞ്ഞാൽ ഇറാൻ അടിച്ചിടും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് മാത്രമല്ല, ഈ ഒരു തിങ്കളാഴ്ച ഇസ്ലാമാബാദിൽ നടക്കുമെന്ന് പറഞ്ഞിട്ടുള്ള രണ്ടാം ഘട്ട ചർച്ചകളും ഒഴിവാക്കി അതിൽ നിന്ന് ഈ ഇറാൻ പിന്മാറിയതായിട്ടുള്ള റിപ്പോർട്ടുകളും പുറത്തോട്ട് വന്നിട്ടുണ്ട്. നിങ്ങളൊരു കാര്യം ആലോചിച്ചാൽ മതി. ഇന്നാണ് പാകിസ്ഥാന്റെ പ്രതിനിധികൾ ചർച്ച കഴിഞ്ഞ് വാഷിങ്ടണിലോട്ട് തിരിക്കുകയാണെന്നുള്ള ന്യൂസ് വന്നത്. അത് കഴിഞ്ഞ ഉടനെ തന്നെയാണ് ഇറാന്റെ ആക്രമണം ഉള്ളത്. അപ്പം പാകിസ്ഥാന്റെ അസീം മുനീർ ആരുടെ മൂട് താങ്ങിയിട്ടാണ് നിൽക്കുന്നത് നമുക്കറിയാം. ട്രംപിന്റെ മൂട് താങ്ങി നിന്ന് ട്രംപിന്റെ ദൂതനായിട്ടാണ് അങ്ങോട്ട് പോയത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പം കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് അവിടെ നടന്നിട്ടുള്ള ചർച്ചകൾ എന്തായിരിക്കും എന്ന് ചിന്തിച്ചാൽ മതി. ട്രംപിന് വേണ്ടി ചിലപ്പം കുനിഞ്ഞിരുന്ന് അല്ലെങ്കിൽ കാല് പിടിക്കുന്ന രീതിയിലായിരിക്കും ചർച്ച ചെയ്യാൻ പോയത്. അതായത് ഇറാനോട് സ്വയം മടങ്ങി പൊക്കോളാനും ട്രംപ് ജയിച്ചു എന്ന് വരുത്തി തീർക്കാനുമുള്ള ചർച്ചകളായിരിക്കും പാകിസ്ഥാൻ ഇത്ര ഒരുക്കൂട്ടി ഇറാനിൽ പോയി ചർച്ച ചെയ്തത്. അതിന്റെ ഭാഗമായിട്ട് തന്നെ അതോടുകൂടി ഇറാൻ വ്യക്തമായി ട്രംപിനോടുള്ള അല്ലെങ്കിൽ ട്രംപിനെ പോലത്തെ അല്ലെങ്കിൽ അമേരിക്കൻ രാജ്യത്തിനെ പോലുള്ള ഒരു വിശ്വസ്തതയില്ലാത്ത ഒരാളുമായിട്ട് ഒരു ഡീലും ഇല്ല എന്ന് തീരുമാനിച്ച് ഇറാൻ ആക്രമണം തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. വ്യക്തമാണ് എന്തായിരിക്കും ട്രംപ് ഈ ഒരു ദൂതന്മാർ വഴി അങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ടുള്ള നിബന്ധനകൾ നമുക്കറിയാം. ഈവൻ ഇന്നലെ ട്രംപ് അല്ലെങ്കിൽ ഇറാന്റെ അബ്ബാസ് അറാക്ചി വന്നിട്ട് ഞങ്ങൾ താൽക്കാലികമായിട്ട് നമ്മൾ വെടിനിർത്തലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ ഹോർമോസ് തുറന്നു കൊടുത്തിട്ടുണ്ടെങ്കിലും ഞങ്ങൾക്ക് മേലെയുള്ള ഉപരോധങ്ങൾ, ഞങ്ങൾക്ക് മേലെയുള്ള സൈനിക നടപടികൾ നിർത്തണം എന്നായിരുന്നു ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഒരു കാര്യം ഇറാൻ പറഞ്ഞിട്ടുള്ളത്. അത് പറഞ്ഞു എന്നല്ലാണ്ട് അമേരിക്കൻ പ്രസിഡന്റ് സൈഡിൽ നിന്ന് ഒരു 100 പോസ്റ്റുകൾ നമ്മൾ കണ്ടു അല്ലേ. അതായത് ഇനി അവിടെ ഇറാൻ അടക്കില്ല, ഇനി എല്ലാ കാലത്തും തുറന്നിരിക്കും, അവിടെ ഒരു നിയന്ത്രണം ഇറാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവില്ല, ആർക്ക് വേണമെങ്കിലും വരാൻ പോകാം, എന്ത് വേണമെങ്കിലും ചെയ്യാം, ഞങ്ങൾ അവിടെ എല്ലാം കൊണ്ടും എല്ലാം ഞങ്ങൾ സെറ്റ് ചെയ്ത് വെച്ച് എന്നുള്ള രീതിയിലായിരുന്നു ട്രംപിന്റെ ഒരു 100 കണക്കിൽ പോസ്റ്റുകൾ വന്നു. അതിന് ഇറാന്റെ പോസ്റ്റുകൾ വളരെ വ്യക്തമായിരുന്നു. വാണിജ്യ കൊമേഴ്ഷ്യൽ ആവശ്യങ്ങൾക്കായിട്ടുള്ള കപ്പലുകൾക്ക് പോകാം, പക്ഷേ അതിൻ്റെ നിയന്ത്രണം ഞങ്ങളുടെ കയ്യിൽ തന്നെ ആയിരിക്കും. അതല്ലെങ്കിൽ ഞങ്ങൾക്ക് അവിടെ ടോൾ തന്നിട്ട് തന്നെ പോയാൽ മതി. ഇത്രയും നിങ്ങളെപ്പോലത്തെ 2 തേർഡ് റേറ്റ് രാജ്യങ്ങൾ വന്ന് ഞങ്ങളുടെ രാജ്യത്ത് ഇത്രയും ബുദ്ധിമുട്ടുകൾ, ഇത്രയും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ അതിൽ കൂടെ സുഖമായിട്ട് പോകാൻ നിങ്ങൾ വിചാരിക്കരുത്. ഞങ്ങൾക്ക് അതിനുള്ള നഷ്ടപരിഹാരം കിട്ടണം. അത് കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് കിട്ടുമെന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ, ഞങ്ങളുടെ മേലുള്ള സൈനിക നടപടികൾ നിങ്ങൾ നിർത്തും എന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ, ഞങ്ങളുടെ മേലുള്ള ഉപരോധങ്ങൾ വർഷങ്ങളായിട്ട് വെച്ചിട്ടുള്ള ഉപരോധങ്ങൾ നിങ്ങൾ മാറ്റും എന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ അതിന് സമ്മതിക്കൂ എന്നാണ് പറഞ്ഞത്. അതേ ചർച്ചകൾ തന്നെയാണ് പാകിസ്ഥാന്റെ അസീം മുനീറും അല്ലെങ്കിൽ ഇറാന്റെ പ്രതിനിധികളും തമ്മിൽ കഴിഞ്ഞ് 2 ദിവസമായിട്ട് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ചർച്ച ഇന്ന് വൈകിട്ട് അവസാനിച്ച് അവരവിടെ നിന്ന് തിരിച്ചു. നെക്സ്റ്റ് നമ്മൾ കാണുന്നത് ഈ അപകടം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആക്രമണം തന്നെയാണ്. അതായത് ചർച്ചകളുടെ പരാജയത്തെ പറ്റിയാണ് പറയുന്നത്. കഴിഞ്ഞ ആഴ്ച ഇസ്ലാമാബാദിൽ നടന്ന ആദ്യഘട്ട ചർച്ചയ്ക്ക് ശേഷം 2ാം ഘട്ട ചർച്ചയിൽ പങ്കെടുക്കാൻ ഇറാൻ വിസമ്മതിച്ചിട്ടുണ്ട്. ചർച്ചകൾ പരാജയപ്പെട്ടതോടെ തന്ത്രപ്രധാനമായിട്ടുള്ള ഹോർമോസ് കടലിടുക്ക് തുറന്ന 24 മണിക്കൂറിനുള്ളിൽ തന്നെ ഇറാൻ വീണ്ടും അത് അടച്ചു. ഇറാനിയൻ തുറമുഖങ്ങളിൽ അമേരിക്ക ഏർപ്പെടുത്തിയിട്ടുള്ള നാവിക ഉപരോധങ്ങളും വാഷിംഗ്ടണിലെ അമിതമായിട്ടുള്ള ആവശ്യങ്ങളുമാണ് ചർച്ചയിൽ നിന്നും പിന്മാറാനുള്ള കാരണം എന്നാണ് ഇറാന്റെ പ്രതിനിധികൾ ഇപ്പം വ്യക്തമാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ യുറേനിയത്തിന് പറഞ്ഞിട്ടുള്ള തർക്കം, ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ ബോംബാക്രമണത്തിന് ശേഷം അവശേഷിക്കുന്ന യുറേനിയം ഡസ്റ്റ് അമേരിക്കയിലേക്ക് കൊണ്ടുപോകണമെന്നിട്ടുള്ള ട്രംപിന്റെ അവകാശവാദങ്ങളും, എന്നാൽ തങ്ങളുടെ യുറേനിയം ഒരു കാലത്തും കൈമാറില്ല എന്ന് ഇറാൻ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിന് ട്രംപ് ഒരുക്കമല്ലെങ്കിൽ പിന്നെ ഇറാൻ ഒരിക്കലും ഇതിലോട്ട്, അല്ലെങ്കിൽ ഇറാൻ ഒരിക്കലും എൻ്റെ യുദ്ധം നിർത്തണേ, യുദ്ധം തീർക്കണേ എന്ന് ട്രംപിന്റെ പിന്നാലെ പോയിട്ടില്ല. തുടങ്ങിയ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ട്രംപും നെതന്യാഹുവാണ് ഇറാന്റെ പിന്നാലെ കൂടിയത്. കാരണം തൊട്ടതെല്ലാം പിഴച്ചു പോയിട്ടുള്ള അവസ്ഥ. ഞങ്ങളുടെ കോടിക്കണക്കിൽ, അതായത് എത്ര കോടികൾ എന്ന് പറയാം, അത്രയും കോടിക്കണക്കിൽ നാശനഷ്ടങ്ങൾ ഇറാനിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ 10 മടങ്ങ് കോടിക്കണക്കിൽ രൂപയാണ് ഇസ്രായേലിനും ട്രംപിനും വന്നിട്ടുള്ളത്. കാരണം ഇറാൻ്റെ ഓരോ മിസൈലുകൾ തകർക്കാനും കോടികൾ, ലക്ഷങ്ങൾ ഇവിടെ, ആയിരങ്ങൾ ഇവിടെ ഉപയോഗിക്കുമ്പോൾ കോടികൾ അവിടെ ഉപയോഗിച്ചിട്ടായിരുന്നു ആക്രമണം തടഞ്ഞിട്ടുള്ളത്. മാത്രമല്ല മറ്റ് ആക്രമണങ്ങളിൽ അമേരിക്കയുടെ കപ്പലുകളടക്കം, അമേരിക്കയുടെ എയർക്രാഫ്റ്റുകളടക്കം, അമേരിക്കയുടെ ബേസുകളടക്കം ഇസ്രായേലിലെ സിറ്റികളിലെ പല സ്ഥലങ്ങളും കരിഞ്ഞമർന്നു നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇറാൻ വ്യക്തമാക്കി പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഞങ്ങൾ ഒരു തരത്തിലും യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ തുടങ്ങിയ യുദ്ധം ഞങ്ങൾ അവസാനിപ്പിക്കും. പക്ഷേ ട്രംപിനായിരുന്നു യുദ്ധം അവസാനിപ്പിക്കാനുള്ള മോഹം. അതിനുള്ള ഏറ്റവും വലിയൊരു തടയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. മാത്രമല്ല ഇന്ത്യൻ കപ്പലുകൾ, ഇന്ത്യയുടെ 2 കപ്പലുകൾക്ക് നേരെയാണ് അപ്പോൾ അവിടെ ആക്രമണം നടന്നിട്ടുള്ളത്. ഇന്ന് രാവിലെ നമ്മൾ മറ്റൊരു വാർത്ത കണ്ടിരുന്നു.
അതായത് രാവിലെ രണ്ട് ഇന്ത്യൻ കപ്പലുകൾ കടന്നു പോകുമ്പോൾ അതിനെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഇറാൻ തിരിച്ചു വിട്ടതിൻ്റെ വാർത്തകൾ കണ്ടിരുന്നു. അതല്ലാണ്ട് ഇന്ന് ഉച്ച കഴിഞ്ഞ് വന്ന മറ്റ് 2 കപ്പലുകൾക്ക് നേരെയാണ് ഇപ്പം ഇറാൻ്റെ ആക്രമണം ഉള്ളതായിട്ട് പുറത്തോട്ട് വന്ന റിപ്പോർട്ട് വന്നിട്ടുള്ളത്. അപ്പം ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയും, നമ്മുടെ വിശ്വഗുരുവിനൊന്നും അവിടെ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് ചിന്തിച്ചാൽ മതി. കാരണം അമേരിക്ക പോലത്തെ അല്ലെങ്കിൽ ഇസ്രായേൽ പോലത്തെ വലിയ 2 രാജ്യങ്ങളുമായിട്ടും മറ്റ് 8 ഞങ്ങളുടെ എന്താ പറയുക നിയറസ്റ്റ് രാജ്യങ്ങളുമായിട്ടുള്ള യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പം വിശ്വഗുരു ഒന്നും അതിൻ്റെ ഇടയ്ക്ക് ഒന്നുമല്ല എന്നുള്ളത് നമ്മൾ ചിന്തിച്ചാൽ മതി. വിശ്വഗുരു പറഞ്ഞതുകൊണ്ട് ഇറാൻ കേൾക്കുക എന്നുള്ളത് അമേരിക്ക പറഞ്ഞിട്ട്, അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം സിമ്പിളായിട്ട് ആലോചിച്ചാൽ മതി. ട്രംപ് പറഞ്ഞിട്ടും നെതന്യാഹു അവിടെ കിടന്നിട്ട് എന്തൊക്കെ കൊഞ്ഞനം കുത്തിയിട്ടും ഒരു കുലുക്കില്ലാണ്ട് ഇറാൻ്റെ മുമ്പിൽ നമ്മുടെ വിശ്വഗുരു എന്ത് പറഞ്ഞിട്ടുണ്ട്, എന്ത് പറയാത്തതുകൊണ്ട്. അതുകൊണ്ട് ആരും ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളത് ഈ ആക്രമണങ്ങളിൽ നിന്നും വ്യക്തമാണ്. നയതന്ത്രപരമായിട്ട് ഇറാനെ നേരിടാൻ ഈ പറഞ്ഞ ഒരു രാജ്യങ്ങൾക്കും പറ്റിയിട്ടില്ല. കാരണം ഇറാൻ്റെ മുന്നിൽ അല്ലെങ്കിൽ ഇറാനിലോട്ട് ആക്രമണം നടത്തുന്ന ആളുകൾ ഒരു തരത്തിലുള്ള ലോക നിയമങ്ങളോ ലോക യുദ്ധ നിയമങ്ങളോ അനുസരിക്കാണ്ട് യുദ്ധം ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ തിരിച്ച് ഇറാൻ ഏത് രീതിയിലാണ് ഇതിനെ എന്താ പറയുക തടുക്കേണ്ടത് എന്നുള്ളത് ഇറാൻ വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട്. ആർക്കും ഒരു ലോകരാജ്യങ്ങൾക്കും ഇറാനെ കുറ്റം പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ അവിടെ കാര്യങ്ങൾ നടന്നുകൊണ്ട് പോകുന്നത്. ഇന്ത്യൻ കപ്പലുകൾക്കടക്കം ഹോർമോസിൽ ഹിറ്റ് പറ്റിയതിൻ്റെ ഒരുപാട് ദൃശ്യങ്ങളും ഇതൊന്നും പുറത്തോട്ട് വന്നിട്ടില്ല. പക്ഷേ ന്യൂസുകളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ ഫ്ലാഗ്ഡ് ഓയിൽ ടാങ്കർ സാൻമ ഹെറാൾഡ് വാസ് അറ്റാക്ഡ് വൈൽ ക്രോസിംഗ് ദ സ്ട്രേറ്റ്. ക്രൂ ആർ റിപ്പോർട്ടഡ്ലി സേഫ്. അതെ, അതിലുള്ള ക്രൂ എല്ലാം സേഫാണ്. പക്ഷേ കപ്പലിൻ്റെ ചില ഭാഗങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അതുമാത്രമല്ല, ഇതിലൂടെ പോകേണ്ടിയിരുന്ന ഏകദേശം 20 ദശലക്ഷം ബാരൽ എണ്ണയാണ് ഈ കപ്പലുകളിൽ ഉണ്ടായിരുന്നത്. ഇന്ത്യയുടെ ഊർജ്ജ പ്രതിസന്ധി തൽക്കാലത്തായിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ഇത്രയും അതായത് നമുക്ക് കിട്ടുന്നതിൻ്റെ ഏറ്റവും ബേസ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ബാരൽ എണ്ണയുടെ കണക്കാണിത്. ഇതുപോലും ഇപ്പോൾ അവിടെ വീണ്ടും സ്റ്റോപ്പ് ആയിരിക്കുന്നുണ്ട്. അപ്പം വീണ്ടും ഇന്ത്യയിലെ പ്രതിസന്ധി എത്രത്തോളം ആയിരിക്കും നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഇറാൻ്റെ ഡെപ്യൂട്ടി ഫോറിൻ മിനിസ്റ്റർ സയ്യിദ് ഖത്തിബ ആണിപ്പം മറ്റൊരു കാര്യം പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ഏത് രീതിയിലുള്ള വയലേഷൻസ് അവിടെ ഞങ്ങളുടെ അതായത് ടേംസിൻ്റെ വയലേഷൻസ് നടത്തി കഴിഞ്ഞാലും, സീസ് ഫയറിലെ ടേംസിൻ്റെ വയലേഷൻസ് നടത്തി കഴിഞ്ഞാലും ഞങ്ങൾ തിരിച്ചടിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല, ഇറാനിയൻ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് റസ അറഫ് പറഞ്ഞിട്ടുള്ളത് ദ മാനേജ്മെന്റ് ഓഫ് ദ സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് ഈസ് ഇൻ ഇറാൻ. അതായത് അവിടെ മാനേജ് ചെയ്യുന്നത് ഇറാൻ തന്നെ ആയിരിക്കും, അവിടെ വേറെ ആരുമല്ല മാനേജ് ചെയ്യുന്നത്. either they will grant us our rights at അതായത് ഞങ്ങളുടെ മേലുള്ള ഉപരോധങ്ങളും കാര്യങ്ങളും നീക്കിക്കഴിഞ്ഞാൽ പിന്നെ ഹോർമോസ് കംപ്ലീറ്റ്ലി ഫ്രീ ആയിരിക്കും എന്നാണ് ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ള വ്യക്തമായിട്ടുള്ള മുന്നറിയിപ്പ്. ഇറാൻ്റെ നേതാക്കൾ മുന്നോട്ട് വന്ന് പറഞ്ഞിട്ടുള്ള മുന്നറിയിപ്പ്. പിന്നെ എ കണ്ടെയ്നർ ഷിപ്പ് ബിലോങ്സ് ടു ദ ഫ്രഞ്ച് കമ്പനി CMA CGM അറ്റംപ്റ്റഡ് ടു ക്രോസ് ദ സ്ട്രേറ്റ് ഓഫ് ഹോർമോസ്. അതായത് ഫ്രഞ്ച് ഉടമസ്ഥതയിലുള്ള കമ്പനിയുടെ കപ്പലുകളിലൂടെ ക്രോസ് ചെയ്യാൻ ശ്രമിച്ചു. അതിനെ സ്റ്റോപ്പ് ചെയ്തിട്ടുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ ഒന്നിൽ കൂടുതൽ കമ്പനികൾ അല്ലെങ്കിൽ അവരുടെ ഇത് സ്റ്റോപ്പ് ചെയ്തതായിട്ടുള്ള റിപ്പോർട്ട് വരുന്നുണ്ട്. ഇതേ സമയത്ത് ഇപ്പം അമേരിക്കയിൽ ട്രംപിൻ്റെ ഒരു പത്രസമ്മേളനം കഴിഞ്ഞതേ ഉള്ളൂ. അതിൽ എന്താ പറയുക പല ചോദ്യങ്ങൾ വന്നിരുന്നു. അപ്പോൾ ഇറാനുമായിട്ടുള്ള ചോദ്യങ്ങളിൽ സംസാരിക്കാൻ താല്പര്യമില്ല എന്നും പറഞ്ഞ് ട്രംപ് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത് കണ്ട് വീണ്ടും പത്രപ്രവർത്തകർ ചോദിച്ചപ്പം ദേ വാണ്ടഡ് ടു ക്ലോസ് ദ സ്ട്രേറ്റ് അഗെയിൻ ആൻഡ് ദേ ഹാവ് ബീൻ ഡൂയിങ് ഫോർ ഇയേഴ്സ്. അതായത് ഇറാനെ വീണ്ടും അത് ക്ലോസ് ചെയ്യണം, അവരത് കൊല്ലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇനി എന്ത് വേണം, എന്ത് ചെയ്യണം എന്നുള്ളത് ഡിസ്കസ് ചെയ്യാണ് എന്നുള്ള രീതിയിലുള്ള ഒരു ഒഴുക്കം മട്ടിലെ ട്രംപ് താൽക്കാലികമായിട്ട് ആ ഒരു ചോദ്യങ്ങളിൽ നിന്നും പിന്മാറിപ്പോകുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതുപോലെ തന്നെ ഇന്ന് രാവിലത്തെ അതിലൂടെ പല കമ്പനികളുടെയും അല്ലെങ്കിൽ പല ഇതും പാസ് ചെയ്ത് പോയതിൻ്റെ ഒരു ട്രാഫിക് ദൃശ്യങ്ങൾ ഇന്ന് വന്നിരുന്നു. ഈ റഡാറിൽ വന്ന ദൃശ്യങ്ങൾ വന്നിരുന്നു. ഒരുപാട് കപ്പലുകൾ അതിൽ ക്രോസ് ചെയ്ത് പോയതായിട്ടാണ് റിപ്പോർട്ടുകൾ വന്നിട്ടുള്ളത്. പക്ഷേ ഉച്ചയായപ്പോഴേക്കും അത് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ആകേണ്ടായിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഒരു ദൃശ്യം കൂടെ ഞാൻ കാണിച്ചു തരാം. ഈ സൈഡിൽ നിങ്ങൾക്ക് കാണാം. അതിൻ്റെ ഒരു ദൃശ്യം കൂടെ കാണിച്ചു തരാം. അപ്പോൾ ഇനിയൊരു വലിയ യുദ്ധത്തിലോട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. ഒരു കടൽ മാർഗത്തിലൂടെയുള്ള യുദ്ധമായിരിക്കാം. കാരണം ഇപ്പം മറ്റ് ചില റിപ്പോർട്ടുകൾ വരുന്നത് അമേരിക്കയുടെ ജെറാഡ് ഫോർഡ്, അതായത് അറ്റകുറ്റപ്പണികൾക്ക് പോയിട്ടുള്ള ജെറാഡ് ഫോർഡ് അടക്കമുള്ള USS സ്കാർബറ എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു കപ്പലും ഇപ്പം ചെങ്കടലിലോട്ട് പ്രവേശിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. പിന്നെ യുദ്ധവിമാനങ്ങൾ ഇറാഖിൻ്റെ മുകളിലൂടെയും അതുപോലെ തന്നെ ഇറാൻ്റെ നിയറസ്റ്റ് പ്ലേസ് അതുപോലെ തന്നെ ഇറാൻ്റെ ഈ ബോർഡേഴ്സിലൊക്കെ അമേരിക്കയുടെ പല യുദ്ധവിമാനങ്ങളും പറക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട്. അപ്പം ഇനി ഏത് രീതിയിലോട്ടാണ് യുദ്ധം പോകുന്നത്, ഇറാൻ ഏത് രീതിയിൽ അതിനെ ഡിഫെൻഡ് ചെയ്യും, ഏത് രീതിയിൽ ഇപ്പം ഇസ്രായേൽ അതിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടു തന്നെ അറിയേണ്ടി വരും. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ് വരുമ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ചെയ്യാം.